സ്വസ്ഥമായിട്ട് പൊങ്കാലിടാൻ പറ്റിയോ? കുഴപ്പമില്ല. ചൂടിന്റെ പ്രശ്നമേ ഉള്ളൂ. ചൂടും പൊങ്കാല ചൂടും ഇതൊക്കെയാണല്ലോ പൊങ്കാല. ഇതൊക്കെ തന്നെ പൊങ്കാല. ഈ ഒരു ത്യാഗമാണല്ലോ ദേവിക്ക് സമർപ്പിക്കുന്നത്. അപ്പോ അങ്ങനെ ഇവിടെ ഇപ്പോൾ കുംഭച്ചൂട് അതിന്റെ കൊടുമ്പിരി കൊള്ളുന്ന മധ്യാഹ്നത്തിലേക്ക് കടക്കുന്നു. ഇവിടെ എല്ലാ അടുപ്പുകളിലും അഗ്നിയാണ്. ഒരു പഞ്ചാഗ്നി മധ്യത്തിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ നിൽക്കുമ്പോൾ. പുകച്ചുരുളുകൾ, അതിനിടയിൽ വെള്ള തോർത്ത് തലയിൽ ചുറ്റി ഭക്തകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അവരെല്ലാം ഓരോരുത്തരുടെയും പൊങ്കാല നിവേദ്യം തയ്യാറായി കഴിയുന്നു. കൂടുതൽ വിഭവങ്ങൾ, തെരളി, മണ്ടപ്പുറ്റ, അങ്ങനെ ഒരുപാട് നിവേദ്യങ്ങൾ അമ്മയ്ക്ക് അർപ്പിക്കുന്ന ഭക്തരുണ്ട്. അമ്മ പൊങ്കാല തയ്യാറായോ? കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാം ഭംഗിയായിട്ട് വിചാരിച്ചതുപോലെ പ്രാർത്ഥനയൊക്കെ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചോ? സമർപ്പിച്ചു. വെയിൽ കൊണ്ടാലും വേണ്ടി. ഇന്നലെ വന്നെയാണോ? അയ്യോ അല്ല, ഇന്ന് രാവിലെ. അപ്പോ അങ്ങനെ പ്രായമായവരും ഒക്കെ ഈ കുംഭച്ചൂടിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് പൊങ്കാല അർപ്പിക്കുകയാണ് ദേവിക്ക്. ഏതായാലും ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ച് എല്ലാ വർഷവും ഇങ്ങനെ ഒരു ഭക്തയെങ്കിലും അധികമായി അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കാനെത്തും. ഒരു തവണ അർപ്പിച്ചവർ അവരുടെ പ്രാർത്ഥന നിറവേറ്റി കഴിയുമ്പോൾ വീണ്ടും അമ്മയ്ക്ക് മുന്നിൽ പ്രാർത്ഥന പോലെ ആ നിറവേറ്റിയതിന് നന്ദി സൂചകമായി അപ്പോൾ തോന്നും ഇതെങ്ങനെ നിർത്തിയാൽ ശരിയാവില്ലല്ലോ, അമ്മയ്ക്ക് ഇനിയും പൊങ്കാല ഇടണ്ടേ. അങ്ങനെ ആ പൊങ്കാല അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഭക്തരെയാണ് ഒരുപാട് നമ്മൾ കണ്ടത്. പൊങ്കാല തയ്യാറായോ? വിഭവങ്ങളാണ് അമ്മയ്ക്ക് അർപ്പിക്കുന്നത്? അമ്മയ്ക്ക് പൊങ്കാലയുണ്ട്, പിന്നെ മണ്ടപ്പുറ്റുണ്ട്, തെരളിയുണ്ട്, പഞ്ചരസമുണ്ട്, കടുംപായസമുണ്ട്. എന്താ നേർച്ചയായിരുന്നു അത്? നേർച്ചയിൽ എല്ലാ വർഷവും വരാറുണ്ട്. ഞങ്ങള് ചെന്നൈയിലായിരുന്നപ്പോഴൊക്കെ ഞങ്ങളിവിടെ വന്നിടാറുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ സാധിച്ചു തരുന്നുണ്ട് അമ്മ. അതുകൊണ്ട് ഈ വർഷം മുടങ്ങാതെ വരണമെന്ന് വിചാരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട് പ്രാർത്ഥനകൾ. അവരുടെ ആഗ്രഹ സാഫല്യം നടന്നു കഴിഞ്ഞതിന്റെ സ്നേഹം അമ്മയ്ക്ക് മുന്നിൽ പങ്കുവെക്കുന്ന നിവേദ്യം. അങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല. ഏതായാലും ഇപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞ് ഒരു പ്രയോഗം അത് പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദിവിഷ് അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരു വലിയ യാഗകുണ്ഠം കത്തിജ്വലിക്കുന്നത് പോലെ അവിടെ നിന്ന് ഉയരുന്ന പുകച്ചുരുളുകൾ ഈ അനന്തപുരിയുടെ ആകാശത്ത് ഇങ്ങനെ പടർന്നു നിൽക്കുകയാണ്. ഈ കുംഭച്ചൂടിനെ മറച്ചുകൊണ്ട് ആ പുകച്ചുരുളുകൾ ആകാശത്തുണ്ട്. അത് അനന്തപുരി ഏറ്റുവാങ്ങുകയാണ്. അതാണ് അനന്തപുരിയുടെ പുണ്യം. ഇത് ദേവിയുടെ തിരുമുറ്റമാണ്, ആറ്റുകാലമ്മയുടെ തിരുമുറ്റമാണ്. പക്ഷേ ഈ തിരുമുറ്റം വലിയ വിശാലമാണ്. ഈ തിരുമുറ്റം ഇവിടെ അവസാനിക്കുന്നില്ല. ഇത്